ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഹൈ റേഞ്ചിൻ്റെ കുട്ടനാട് എന്ന് പറഞ്ഞ നമ്മുടെ മുട്ടുകാട് എന്നുള്ളത്, മുട്ടുകാട് പാടശേഖരത്തിൽ ഉണ്ടോ. അപ്പോൾ കുറച്ച് നാൾ സൂര്യകാന്തിപ്പാടം അങ്ങനെയൊക്കെ കണ്ടുവന്നിരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ ഈ വർഷം ഫുള്ള് നെൽപ്പാടങ്ങളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നു ഒരു മാസം മുമ്പ്, അന്നേരമൊക്കെ ഇവിടെ ഞാറ് നടന്നുകൊണ്ടായിരുന്നുള്ളൂ. അത് നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എല്ലായിടത്തും ഞാറ് കയറി വന്നു. നല്ല മഴയാണ്. ഇപ്പോൾ തമിഴ്നാട് മഴയായതുകൊണ്ടും ഒക്കെ തന്നെയാണ്, ഇങ്ങോട്ടും നല്ല മഴയാണ് ഇടുക്കി ജില്ലയിൽ. അപ്പോൾ നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കാഴ്ചകളെ കാണാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹൈ റേഞ്ചിൻ്റെ കുട്ടനാട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ അടുത്ത് തന്നെ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ഉണ്ട്. അധികം ആരും അങ്ങനെ എത്തിയിട്ടില്ല, എന്നാൽ പോലും ഒരു ഗവേഷണങ്ങൾ പോലും അധികം നടക്കാത്ത നല്ലൊരു സ്ഥലമാണ് മുനിയറകൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ട് മടങ്ങി വരാം. അപ്പോൾ നമ്മൾ മുട്ടുകാട് മുനിയറകൾ കാണാനായിട്ടാണ് വന്നേക്കുന്നത്. നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുമെന്നൊന്നും അറിയത്തില്ല, മാക്സിമം പെട്ടെന്ന് തന്നെ എല്ലാം എടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ട റൂട്ട് എന്ന് പറയുന്നത് നമുക്ക് രാജകുമാരിയിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ. നമുക്ക് മുട്ടുകാട് റൂട്ട് വന്നാൽ മതി, ബൈസൺ വാലി മുട്ടുകാട് റൂട്ട് വന്ന് ഇങ്ങോട്ട് പോകാം. അപ്പോൾ ഗൂഗിൾ ലൊക്കേഷനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എളുപ്പം ഇങ്ങോട്ട് എത്തും. അതോടൊപ്പം തന്നെ നമുക്ക് പെരിയ കനാലിൽ നിന്നും വരുവാണെങ്കിൽ ഏകദേശം 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പിന്നീ കാണുന്ന ഈ വഴിയാണ് പോകുന്നത്. കണ്ടോ, ഇങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ പോലും കല്ലുകളാൽ പാകിയേക്കുന്നതാണ്. അങ്ങോട്ട് നല്ലൊരു വഴി പോലും ഇല്ല, എങ്കിലും നമുക്ക് നടന്നു പോകാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ ആകെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്ക് SSM കോളേജ് കുട്ടികളിവിടെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ചെയ്തേക്കുന്ന ബോർഡുകളും കാര്യങ്ങളും ഇവിടെ കാണാം. അതൊക്കെയാണ് ഇവിടെ നടന്നേക്കുന്ന ഒരു ചരിത്രപ്രധാനമായിട്ടുള്ള ഒരു പഠനമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകളുടെ ഒന്നും ഒരു സംരക്ഷണവും ലഭിക്കാത്ത ഒരു സ്ഥലം കൂടിയാണത്. കാരണം ഈ ചരിത്ര പ്രധാനമുള്ള ഈ ഒരു അവശേഷിപ്പുകളൊക്കെ നമുക്ക് വരും തലമുറകൾക്ക് കാണാനും പഠിക്കാനും, ഇപ്പോൾ നമുക്കാണെങ്കിൽ പോലും പഠിക്കാനൊക്കെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. അതൊക്കെ സംരക്ഷിക്കുക എന്നുള്ളത് മുനിസിപ്പാലിറ്റിയുടെയും പഞ്ചായത്തുകളുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അതുപോലൊപ്പം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് അങ്ങോട്ട് കയറി പോകുന്നൊരു കൽവഴി. വീടുകളിലേക്കൊക്കെ പോകാനായിട്ട് നല്ല കോൺക്രീറ്റ് വഴിയുണ്ട്, പക്ഷേ നമ്മുടെ ഈ ഒരു മലകളിലേക്ക് പോകാനായിട്ട് നല്ലൊരു വഴിയില്ല, വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് അവിടെ ചെന്ന് നമ്മുടെ ചരിത്രാവശേഷിപ്പുകളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ എന്തുകൊണ്ടോ വഴി പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ വെട്ടി നിർത്തേണ്ടതാണ്, പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അധികം ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കാം. കണ്ടോ, വഴി ഉണ്ടെന്ന് പോലും പറയില്ല. അതുപോലെ പുല്ലൊക്കെ മാറി, പക്ഷെ നിലത്ത് വഴി കാണാം. പക്ഷേ ഇതുപോലെ പുല്ലിങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്നുണ്ടോ കേട്ടോ. അപ്പോൾ മുൻപൊക്കെ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അന്ന് തെളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ടും ഒക്കെ ആയിരിക്കാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഈ പാറയിലേക്ക് വരുമ്പോൾ നല്ല വൃത്തിയാണ്. നമ്മളിങ്ങനെ മുട്ടുകാട് നമ്മുടെ മുനിയറകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആ ഒരു പാറകളൊക്കെ. ഇപ്പോൾ ചരിത്രം ഉറങ്ങുന്ന ഈ ഒരു പാറകളിലേക്ക് വരുമ്പോൾ കണ്ണിനേറെ കുളിർമ വരുന്ന നല്ലൊരു കാഴ്ചകളും ഒപ്പം ചരിത്രത്തിലേക്ക് വരുന്ന ഏടുകളൊക്കെ കോറിയിട്ടിരിക്കുന്ന നമ്മുടെ രാജക്കാട് SSM കോളേജിലെ കുട്ടികൾ, അതുപോലെ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ വെച്ച ബോർഡുകളുമാണ് നമുക്കിവിടെ എന്നാൽ ആകപ്പാടെ ഒരു ഇതിനെപ്പറ്റിയുള്ളൊരു അറിവുകൾ കിട്ടാനായിട്ട് ഉപകരിക്കുന്ന ഒന്ന്. മനോഹരമായ ഈ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു പാറക്കുന്നുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തൊട്ട് മുമ്പേ ഈ മറഞ്ഞ് ഇരിക്കുന്നതും ഒരു മുനിയറയാണ്. അപ്പോൾ അതെല്ലാം കാട് കയറി നിൽക്കുകയാണ്. വേണ്ട രീതിയിലുള്ളൊരു പരിചരണം ഇവിടെ കിട്ടുവാണെങ്കിൽ ആളുകളും ഇവിടെ വരും. അതോടൊപ്പം തന്നെ ഒരുപാട് പഞ്ചായത്തിന് തന്നെയാണെങ്കിൽ പോലും നല്ല രീതിയിൽ ആളുകളെ കൊണ്ടുവരാനും ഇൻകം അല്ലെങ്കിൽ സോഴ്സൊക്കെ നമുക്ക് കിട്ടാനൊക്കെ ഉപകരിക്കുന്നൊരു സാധനമാണിത്. ഈ കാണുന്നതൊക്കെ കൽമാടങ്ങൾ എന്ന് പറയും, മുനിയറകൾ എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. പക്ഷേ കേരളത്തിൽ പൊതുവെ കണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊക്കെ കൽമാടങ്ങൾ, അതുപോലെ തന്നെ നന്നങ്ങാടികൾ, നടുക്കല്ലുകൾ അഥവാ പുലച്ചിക്കല്ലുകൾ, പിന്നെ കളവൃത്തങ്ങൾ, കടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, ഇങ്ങനെയുള്ള ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഒരു സ്മാരകം എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ നടുക്കല്ലുകൾ കളവൃത്തങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണൂർ സൈഡൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഉണ്ടോ, ഈ ഒരു ശിലകളുടെയും ഈ കല്ലറകളുടെയൊക്കെ കല്ലറകളെന്ന് പറയപ്പെടുന്നത് ഒരു BC അല്ലെങ്കിൽ AD 200-നും BC 1000-നും മധ്യേ കാണപ്പെട്ടു വന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് ഇവിടെ ഈ പര്യവേഷണ വിദ്യാർത്ഥികൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ കൽമാടങ്ങളാണ്. അപ്പോൾ കൽമാടങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുത്തിച്ചാരി ഇതുപോലെ കല്ല് വെച്ചിട്ടുണ്ടാവും. ആ കല്ലിന് മേലെ ഇതുകൊണ്ടൊരു മൂടി മറ്റൊരു കല്ലും വെച്ചിരിക്കുന്ന ഒരു സൈഡ് നല്ല ഓപ്പണിംഗ് ആയിരിക്കും. ഇതെല്ലാം വരുന്നത് കൽമാടങ്ങൾ എന്നൊരു ഗണത്തിലാണ്. അപ്പോൾ ഇതെല്ലാം മുനിയറകൾ എന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത്. കണ്ടോ, ഈ ഒരു കൽമാടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വശവും വീതിയുള്ള കൽപ്പാളികൾ കൊണ്ട് കുത്തി നിർത്തിയിട്ട് മുകളിലൊരു കൂടക്കല്ല് പോലെ വെച്ച് മറച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ശിലായുഗത്തിലെ ഈ ഒരു ശിലകളുടെയൊക്കെ ഒരു ചരിത്രം. അപ്പോൾ നമുക്കിപ്പോൾ നന്നങ്ങാടികൾ എന്ന് പറഞ്ഞാൽ കൽഭരണികളിൽ മൺഭരണികളിൽ മൃതദേഹം സംസ്കരിക്കുന്ന രീതി, ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അയ്യപ്പൻ കോവിൽ ആ ഒരു ഭാഗത്താണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയ മറ്റൊരു കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ പ്രാചീന സംസ്കാരത്തിൽ കത്തിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് ജീർണിക്കാൻ അനുവദിക്കുകയോ ചെയ്തിട്ട് തലയോടും അസ്ഥികളും സംസ്കരിക്കുന്ന ഒരു രീതിയായിരുന്നു പൊതുവെ പിന്തുടർന്ന് വന്നിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ബുക്കുകൾ വായിച്ചതിൽ നിന്നും പഴയ കാലത്തെ ഒരു സംസ്കാര രീതികൾ എങ്ങനെയാണെന്ന് കൂടെ ഇവിടെ വന്നപ്പോൾ ഓർത്ത് പോയി, അതാണ് ഈ പറയുന്നത്. അപ്പോൾ നടുക്കല്ലുകൾ അഥവാ പൊലിച്ചിക്കല്ലുകൾ, അപ്പോൾ അങ്ങനെ അറിയപ്പെടുന്നൊരു വിഭാഗമുണ്ട്. അപ്പോൾ വീരമരണം വരിക്കുന്നവരുടെ സംസ്കാര സ്ഥലത്തെ വീരക്കല്ലുകളെന്നും പറയുന്നത്. നടുക്കല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്നങ്ങാടികളൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം അതിന് മുകളിൽ ഒറ്റക്കല്ലിങ്ങനെ കുത്തി നിർത്തും, അതിന് പറയുന്നതാണ് നടുക്കല്ലുകൾ എന്നൊക്കെ. പിന്നെ കൽപ്പാടുകൾ ഉപയോഗിച്ചിട്ട് മണ്ണിനടിയിൽ നിർമ്മിച്ചിട്ടുള്ള അറകളെ നമ്മൾ കല്ലറകളും എന്നും പറയും. ഇതൊക്കെ ഈ ഒരു AD 200-നും BC 1000-നും ഇടയിലുള്ള ഒരു സംസ്കാര രീതികളാണ്. പിന്നെ മറ്റൊരു രീതി സംസ്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ പക്ഷിമൃഗാദികൾക്ക് ഭക്ഷിക്കാനായിട്ട് ഏതെങ്കിലും ഒരു തുറസായ സ്ഥലത്ത് മൃതദേഹം കിടത്തിയ ശേഷം അതിന് ചുറ്റും കല്ലുകൾ അടുക്കുന്ന രീതിയാണ് അതിനെ കൽവൃത്തങ്ങൾ എന്ന് പറയും. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ പഴന്തമിഴ് പാട്ടുകളിൽ കാണുന്ന ചില സൂചനകൾ പ്രകാരം ശിലായുഗത്തിലെ 5 തരം ശവസംസ്കാര രീതികളുണ്ടായിരുന്നു. അതിൽ പറയുന്ന ഒന്നാണ് ചുടുവോർ എന്ന് പറയും ഒന്നാമത്തേത്, അത് മൃതദേഹം കത്തിക്കുന്ന രീതിയാണ്. പിന്നെ ഇടുവോർ എന്ന് പറയും, അതിന് ശവസംസ്കാര രീതി പക്ഷികൾക്കും മൃഗങ്ങൾക്കും മൃതദേഹം ഭക്ഷിക്കാൻ കൊടുക്കുന്ന രീതിയാണ് ഇടുവോർ എന്ന് പറയുന്നത്. പിന്നെ തൊടുകുഴി പടിപ്പോർ എന്ന് പറയും, അത് മൃതദേഹം മണ്ണിൽ സംസ്കരിക്കുന്ന രീതിയാണ്. പിന്നെ 4-മത്തേതെന്ന് പറഞ്ഞാൽ താഴ്വ നടപ്പേർ എന്ന് പറയും, കല്ലറകളിൽ സംസ്കരിക്കുന്ന രീതി. അതിപ്പോൾ പഴന്തമിഴ് പാട്ടുകളിലൊന്നായ മണിമേഖലയിൽ നിന്നും ഇങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതി കൂടിയുണ്ട്. പിന്നെ ചുടുവോർ ഇടുവോർ എന്നീ വിഭാഗത്തിലുള്ളവരുടെ ശവസംസ്കാര സ്ഥലമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാഹ്യ അവശിഷ്ടങ്ങളൊന്നും സ്വാഭാവികം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അതൊക്കെ ഒരു പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനോജം മാതിരപ്പള്ളിയുടെ ഇടുക്കി എന്നൊരു ബുക്കുണ്ട്. അപ്പോൾ ദേശം, ചരിത്രം, സംസ്കാരം, അപ്പോൾ ഇവയെപ്പറ്റിയൊക്കെ കൂടുതൽ പഠിക്കാൻ നമുക്കൊക്കെ സഹായിക്കുന്ന നല്ലൊരു ബുക്കാണത്. അപ്പോൾ അത് നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അതിപ്പോൾ ജിയോ ബുക്ക് പബ്ലിക്കേഷൻസിൻ്റെ ഒരു ബുക്കാണത്. അപ്പോൾ നമുക്കിനി നടന്ന് ഈ മുനിയറകളിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഏറെ ചരിത്രപ്രധാനമുള്ള ഈ മുട്ടുകാട് മുനിയറകൾ ഈ ഒരു മലയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്ന് നല്ല കാറ്റാട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മുട്ടുകാട് പാടശേഖരം കാണാൻ പറ്റും. അപ്പോൾ തൊട്ട് നമ്മൾ പറഞ്ഞ പോലെ ഹൈ റേഞ്ചിൻ്റെ കുട്ടനാട് ആ പാടശേഖരമൊക്കെ നമുക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാറ്റിൻ്റെ ശക്തിയുണ്ട്. ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെ കൽമാടങ്ങൾ നമുക്ക് ദൃശ്യമാകുന്നതാണ്. കൽമാടങ്ങളുടെ പ്രത്യേകത ഇതാണ്. ഇവിടെ നിന്നൊക്കെ മുട്ടുകാട് യാക്കോബായ പള്ളിയും അതുപോലെ അവിടുത്തെ ജംഗ്ഷനുകളും ആ ഒരു മുട്ടുകാട് പാടശേഖരമൊക്കെയാണ് നമുക്ക് ഏറെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു ചെറിയൊരു ഗുഹയുണ്ട്. അതിനപ്പുറം നമുക്ക് ചക്രമുടി ഇവിടെ കാണാമായിരുന്നു. ഇപ്പോൾ അവിടെ മഞ്ഞ് കയറി നിൽക്കുന്നുണ്ടോ, അതിപ്പോൾ ചക്രമുടിയുടെ ഭാഗങ്ങളാണ്.
അപ്പോൾ നമ്മൾ കൽമാടങ്ങൾ എന്ന് പറഞ്ഞത് ഇതാണ്. ഇവിടെ ഒരു അവിടെയൊക്കെ കാട് കയറിക്കുന്നുണ്ട്, ശരിക്കും കാണിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരെണ്ണം കിട്ടി. അപ്പോൾ കൽമാടങ്ങളുടെ പ്രത്യേകത പറയുന്നുണ്ടോ, ഇതുപോലെ 3 കല്ലുകൾ അവിടെ ഉണ്ടാവും. അപ്പോൾ 3 കല്ലുകൾ കുത്തി നിർത്തിയിട്ട് അതിന് മുകളിൽ ഇതുവരെ ഒരു കൂടക്കല്ല് വയ്ക്കും. ഇതാണ് കൽമാടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബുക്സൊക്കെ വായിച്ചതെന്ന് മനസ്സിലായത് പഴയ രീതിയിലുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള ഇതാണ്. കാരണം തൊട്ടുമുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനായിട്ടൊക്കെ നമുക്ക് മൃതദേഹം ചീച്ചെടുത്തതിന് ശേഷം ഉള്ളിൽ വെക്കുകയോ അങ്ങനെയൊക്കെ ഒരു രീതി ആയിരിക്കാം ഇത്. കാരണം ഇവിടെ കല്ലറകൾ പോലെ നമുക്ക് കുഴിക്കാനായിട്ടൊന്നുമില്ല, കാരണം ഇവിടെ പാറയാണല്ലോ. അങ്ങനെ ഒരു രീതി ആയിരിക്കാമെന്നാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജിയോ ബുക്സിൻ്റെ നമ്മുടെ ഇടുക്കി എന്നുള്ള ആ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലുള്ള ഐഡിയ കിട്ടും. ഞാനും അത് വായിച്ച് തീർത്താണ്. അപ്പോൾ ഇടുക്കിയെ പറ്റിയുള്ള ഒരു ഓവറോൾ ചരിത്രം കിട്ടും. പിന്നെ നന്നങ്ങാടികളൊന്നും നമുക്കിവിടെ ഇല്ല. പിന്നെ നമുക്ക് ഇതുപോലുള്ള കൽമാടങ്ങളും മറ്റുമുള്ളത് ഇനി കാന്തല്ലൂർ, മറയൂർ ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മനസ്സിലായില്ല. ഇനി നമുക്ക് മുമ്പോട്ട് പോകട്ടോ. ചരിത്ര പ്രാധാന്യം പോലെ തന്നെ നമുക്കിവിടെ നടന്നു കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാറമുകളിലൂടെ നടക്കുകയാണ്. ഈ പുല്ലിനിടയിലൂടെയുള്ള ഇതുപോലെയുള്ള വെള്ളപ്പൂക്കളും പുല്ലുകളും ഒക്കെ നമുക്ക് വളരെ കൗതുകവും മനോഹാരിതയും തരുന്ന ഒന്നാണ്. എന്താ എന്ത് ഭംഗിയാന്ന് നോക്കി. അതൊക്കെയാണ് പ്രകൃതിയുടെയൊക്കെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഏറ്റവും വലിപ്പമുള്ള നമ്മുടെ ശിലയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കൽമാടം. കൽമാടങ്ങളൊക്കെ ഇതുണ്ടോ, കാണാൻ തന്നെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ദാരുണമായൊരു കേസ് ഇത്, വേസ്റ്റ് കുപ്പികളെല്ലാം കൊണ്ട് തള്ളിയേക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ 2 അറകളുള്ള കൽമാടമാണ്. ഏറ്റവും വലിയ ഈ ഒരു കൽമാടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ചിതറിക്കിടക്കുന്ന ഒരുപാട് കല്ലുകൾ. ആ കല്ലുകൾ തന്നെ നോക്കിയാൽ കാണാം ഇത് എത്ര ഷേപ്പിൽ കൊത്തിയെടുത്ത് വെച്ചേക്കുന്നതാണെന്ന്. ഹലോ, അപ്പോൾ ഈ കല്ലുകളിങ്ങനെ അട്ടി വെച്ചിരിക്കുന്നത് കാണാം. ഒരു കൽമാടങ്ങൾ ശവസംസ്കാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നതാണോ അതിനിങ്ങനെ പഴയ ആൾക്കാരിങ്ങനെ താമസിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണോ എന്നും തർക്കമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് കേട്ടോ. എന്തായാലും ഇത് വന്ന് കാണാനൊക്കെ സാധിച്ചു. ഇനിയും ഇത് കാണുന്ന അധ്യാപകരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികളെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കുക. നല്ല നല്ല ചരിത്രപ്രധാനമുള്ള ഈ ഒരു ഇടം അത് നമ്മുടെ വരും തലമുറകൾക്കൊക്കെ കണ്ടിരിക്കാനും ഒക്കെ ഉള്ളതാണ്. ഒരു 1 ഡേ ട്രിപ്പ് എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നല്ല സാറ്റിസ്ഫൈ ആയിട്ട് പോകാനും പറ്റും. ഇതൊക്കെ കുട്ടികളൊക്കെ കണ്ടിരിക്കേണ്ട നല്ല മനോഹരമായ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതാണ് ആ വലിയ കൽപ്പാളി. ഇതിനകത്തേക്ക് ഉണ്ടോ അപ്പോൾ ഇതിനകത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലുതാണിത്. ഏകദേശം ഒരു 5 കല്ലോളം വെച്ചിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ വൈകുന്നേരങ്ങളിൽ ആൾക്കാർ വരാറുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റേതായ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ആ പാറയുടെ വലിപ്പം കണ്ടോ മൂടിയേക്കുന്നത്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയൊക്കെ ഇവിടെ കാട് പിടിച്ച് കിടന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ ഇത് ഒന്നും നശിപ്പിച്ചിട്ടുള്ള ഇല്ല. അതാണ് ഏറ്റവും നല്ല അവരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. ഇവിടുത്തെ അധികാരികൾ ഇതിലേക്ക് മൈൻഡ് ചെയ്തില്ലെങ്കിലും ഇവിടുത്തെ നല്ലവരായ നാട്ടുകാർ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മുകളിലോട്ട് പോകേണ്ടതാണ്. അവിടെ ഒരു ഗുഹയും അതോടൊപ്പം തന്നെ ചക്രമുഴിയുടെ ഭാഗം കാണാം. പക്ഷേ നമുക്ക് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.